ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ടൈറ്റിൽ വായിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. അതെ, ശരിയാണ് ഈ ടൈറ്റിൽ പറഞ്ഞത്. കാരണം ഇതിലും മികച്ച ഒരു ടൈം ഇനി ഐഫോൺ മേടിക്കാനില്ല. ഇതാണ് ഏറ്റവും മികച്ച ടൈം എന്ന് പറയില്ല, ഇതിന് മുമ്പും വന്നിട്ടുണ്ട്. പക്ഷേ ഇനി ഗോയിങ് ഫോർവേഡ്, ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇതിലും ബെസ്റ്റ് ഓപ്ഷൻ ഇതിൽ കിട്ടില്ല എന്നുള്ളതിൽ ഏതാണ്ട് ഏറെക്കുറെ കൺഫേംഡ് ആയി. കാരണം ഈ അടുത്ത് ഉണ്ടായ പ്രൈസ് റൈസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരുപാട് ഫോൺസിന്റെ പ്രൈസ് റൈസ് ഒക്കെ കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു. ഷോർട്ട് വീഡിയോയിലും റീൽസിലും ഒക്കെ നമ്മൾ പറയേണ്ടായി. ഇപ്പോൾ ചില ഡിസ്കൗണ്ടഡ് സെയിൽസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഉണ്ടാക്കുന്നത്. കാരണം ഈ അടുത്ത് ഒരു 3-4 ദിവസം മുമ്പേ ഉണ്ടായ ഒരു ഷോക്കിംഗ് പ്രൈസ് അപ്ഡേറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്നതാണ്. കാരണം ആപ്പിൾ അവരുടെ മാക്ബുക്കും മാക് മിനിയും ആപ്പിൾ ടിവിൻ്റെ ഒക്കെ പ്രൈസ് അങ്ങ് കൂട്ടി എന്ന് പറഞ്ഞാൽ ഒരു 1.5 വില വർധനമാണ് വന്നത്. കാരണം ചില ഇതൊക്കെ 20,000-30,000 രൂപയ്ക്കൊക്കെയാണ് ഇൻക്രീസ് വന്നിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് ഒരു 10,000 രൂപയുടെ ഇൻക്രീസ് വന്നിട്ടുണ്ട്. അത് ഏറ്റവും ബേസിക് ആയ ആപ്പിൾ ടി വിയിൽ വരെ 10,000 രൂപ, അത് 14,000 to 15,000 രൂപേൻ്റെ അടുത്തുണ്ടായിരുന്നത് 25,000 രൂപയായി. അങ്ങനെ ഏറ്റവും അഫോർഡബിൾ ആയ മാക്ബുക്ക് നിയോ എന്ന് പറഞ്ഞതിന് അതിനും 10,000 രൂപ കൂടി. മാക് മിനിക്കാണെങ്കിൽ ഏതാണ്ട് 20,000 രൂപയുടെ മുകളിൽ കൂടി. മാക് ബുക്കിനാണെങ്കിൽ ഏതാണ്ട് 1.25-1.5 ലക്ഷമൊക്കെ കൂടിയ മാക്ബുക്ക് ഉണ്ട്. അപ്പം എല്ലാത്തിനും പ്രൈസ് റൈസ് വന്നു എക്സെപ്റ്റ് ഐഫോൺ. അപ്പം ഇതുവരെ ആപ്പിൾ ഐഫോൺ തൊട്ടിട്ടില്ല എന്നുള്ളതാണ് പ്രൈസ് റൈസിൽ. അതെന്ന് വേണമെങ്കിൽ നടക്കാന്നുള്ളതാണ്. ഇൻഫാക്ട് ഇൻഡസ്ട്രി ഇൻസൈഡേഴ്സിന്റെ ന്യൂസ് അനുസരിച്ച് ഐഫോണിന്റെ പ്രൈസ് ഉടൻ തന്നെ ഇൻക്രീസ് ചെയ്യുന്നുള്ളതിൽ ഒരു സംശയമില്ല. കാരണം അത്രയും എക്സ്ട്രീം ഷോർട്ടേജ് ആണ് മെമ്മറിയും റാമിൻ്റെയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐഫോണിന്റെ ഇനി വരുന്ന മോഡൽ ഓൾമോസ്റ്റ് 1 ലക്ഷം എത്തും. അതായത് ബേസിക് മോഡൽ. ഇപ്പോൾ ഐഫോൺ 18 ആണെങ്കിൽ അതിന്റെ ബേസിക് മോഡൽ തന്നെ 1 ലക്ഷം ഓൾമോസ്റ്റ് എത്തും. കഴിഞ്ഞ വർഷം ഇറങ്ങിയത് ഏതാണ്ട് 82 സംതിങ് ആണ് ബേസ് മോഡൽ ഇറങ്ങിയത് എൻ്റെ ഓർമ്മ. 79-80 ആ റേഞ്ചിലൊക്കെ ആയിരുന്നു ഡിസ്കൗണ്ട് വെച്ചത്. ഇത്തവണ എന്താണ് അത് 1 ലക്ഷം ടച്ച് ചെയ്യുന്നുള്ളതിൽ ഒരു സംശയമില്ല. ഏതാണ്ട് 1 ലക്ഷത്തിന് അടുത്തെത്തും. എന്നാൽ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിന്റെ ഗോഡ് സെയിൽ വരികയാണ്. ഇപ്പോൾ ആമസോണിന്റെ പ്രൈം ഡേ സെയിൽ 4-ാം തീയതി തുടങ്ങുന്നുണ്ടാവും. അതിനൊപ്പം തന്നെ ഫ്ലിപ്കാർട്ടിന്റെ ഗോഡ് സെയിലുണ്ട്. 4-ാം തീയതിയാണ്, ജൂലൈ 4-ാം തീയതിയാണ് തുടങ്ങുന്നത്. അതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയത് എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ ഐഫോണിന്റെ ഡിസ്കൗണ്ട്സ് ആണ്. അപ്പോൾ നല്ല ഡിസ്കൗണ്ട്സ് ആണ്. ഇതൊരു വാവ് ഡിസ്കൗണ്ട്സ് എന്ന് ഞാൻ പറയില്ല. കാരണം ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രൈസ് റൈസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു ഐഫോൺ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു പ്ലാൻ നിങ്ങൾ ഈ ഒരു സെയിലൊക്കെ എടുക്കാം എന്ന് പ്ലാൻ ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതൊരു നല്ല ടൈമാണ്. കാരണം ഇനി അങ്ങോട്ട് പ്രൈസ് റൈസ് ഉണ്ടാവും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പോൾ എന്താണ് ആ ഓഫർ നോക്കണ്ടേ? അപ്പോൾ ഐഫോണിന്റെ ഫ്ലിപ്കാർട്ടിന്റെ ഗോഡ് സെയിലിൽ ഐഫോൺ ഇട്ടിരിക്കുന്ന പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ ഐഫോൺ 17 ഉണ്ട്, ഐഫോൺ 16 ഉണ്ട്, ഐഫോൺ 15 ഉണ്ട്. ഈ ഒരു 3 കാറ്റഗറിയിലെ ഫോൺസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന്റെ പ്രൈസ് നോക്കാം. ഐഫോൺ 17 അവരിട്ട വില 70,990 രൂപയാണ്. ഏത് വേരിയന്റ് ആണെന്ന് പറയില്ല, കണ്ടീഷൻസ് അപ്ലൈ ഉണ്ട്. ഒബ്വിയസ്ലി ഫ്ലിപ്കാർട്ട് ആകുമ്പോൾ ആ ഒരു കണ്ടീഷൻസ് അപ്ലൈ ഒക്കെ ഉണ്ടാവുമല്ലോ. അത് വെച്ചാണ് ഞാൻ പറയുന്നത് 70,990. അതേപോലെ ഐഫോൺ 17 പ്രോയിലാണെങ്കിൽ 1,12,900 രൂപയാണ്. അതേപോലെ ഐഫോൺ 17 പ്രോ മാക്സ് ആണ് 1,27,900. ഇതെല്ലാം ആഫ്റ്റർ ഡിസ്കൗണ്ട് ആണ്. ഐഫോൺ 17e നോക്കുന്നുണ്ടെങ്കിൽ 60,900 രൂപയാണ്. അതൊരു ബേസിക് ഫോണാണ്, എൻട്രി ലെവൽ ഫോണാണ്. എന്നാലും 60,900 രൂപയാണ്. ഐഫോൺ എയർ, സ്ലിമ്മസ്റ്റ് ഐഫോൺ എന്നൊക്കെ പറയാവുന്നത് 95,900 റുപ്പീസാണ് ആഫ്റ്റർ ഡിസ്കൗണ്ട് വരുന്നത്. ഇനി പഴയ മോഡൽ മതിയെന്നുണ്ടെങ്കിൽ, അതായത് ഏറ്റവും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡലാണല്ലോ 17 സീരീസ്. അപ്പോൾ പഴയ മോഡൽ മതിയെന്നുണ്ടെങ്കിൽ ഐഫോൺ 16 59,900 അത് 59,900 ആണ്. ഐഫോൺ 16 പ്ലസ് ലാർജർ ഡിസ്പ്ലേ ഒക്കെ ഉള്ളതാണെങ്കിൽ 73,900 73,900 ആണ്. പിന്നെ ഐഫോൺ 16e ആണെങ്കിൽ 55,900 ആണ് വരുന്നത്. അതേപോലെ ഐഫോൺ 15 അതിലും മുമ്പത്തെ വേരിയന്റ് ആണ് മതിയെങ്കിൽ 49,900 ആണ് ഓഫർ പ്രൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിന്റെ ഗോഡ് സെയിലാണ് വരുന്നത്. ജൂലൈ 4-ാം തീയതിയാണ് തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പറയും ഈ സെയിലിൽ മേടിച്ചോ. കാരണം ഇനി പ്രൈസ് റൈസ് വരും. കാരണം നമ്മൾ കാണുന്നില്ല ഇൻഡസ്ട്രിയിൽ ഏതൊരു ഫോണാണ് കൂടാത്ത എല്ലാ ഫോണും കൂടി എല്ലാ ലാപ്ടോപ്പും കൂടി എല്ലാ മെമ്മറിയും റാമും യൂസ് ചെയ്യുന്ന എല്ലാ ആക്സസറിയും കൂടി, ഗ്രാഫിക്സ് കാർഡ് ആണെങ്കിലും എല്ലാത്തിനും വില കൂടി എക്സെപ്റ്റ് ഐഫോൺ ഉടൻ തന്നെ കൂടുന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇതാണ് മികച്ച ടൈം ഐഫോൺ വാങ്ങാനുള്ള. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആരെങ്കിലും ഐഫോൺ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പ്രൈസിങ്ങും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അവരോട്. ഇപ്പം തന്നെ ഡിസിഷൻ എടുക്കാൻ പറയുക. ജൂലൈ 4-ാം തീയതിയാണ് തുടങ്ങുന്നത്. ഉറപ്പായിട്ടും ഇതിനപ്പുറം വില കൂടുന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ ടെക് ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനും ഡിസ്കൗണ്ട് സെയിൽസും വീഡിയോസിനുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.